ദേവദാസനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയത് അതിനെ കാക്കുവാനും അതിൽ വേല ചെയ്യുവാനും ആണെന്ന് നമ്മൾ സൃഷ്ടിച്ചു. എന്നാൽ അത് ആ പർപ്പസ് നടക്കാതെ പോയതിനെക്കുറിച്ചുള്ള ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിങ്ങനെ പറഞ്ഞായിരുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ദൈവം എന്നിട്ട് കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ആക്കി എന്നും നമ്മൾ പറഞ്ഞു. അത് ചിന്തിച്ചായിരുന്നു. അപ്പോൾ ഏതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം റഫായിട്ട് അതും ഞാൻ പറഞ്ഞായിരുന്നു. ഏതെന്നും ഞാൻ അനേക അർത്ഥങ്ങളുണ്ട്. ഒരു മോമെൻറ്റ്, ആ ഒരു സ്പോട്ട്, അല്ലെങ്കിൽ ഒരു തുറന്ന സ്വർഗം, ഓപ്പൺ ഡോർ ടു ഹെവൻ, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം. അപ്പോൾ അവിടെ വെച്ച് ദൈവം ഇല്ലെങ്കിൽ അവിടെ വെച്ച് ആദം മൃഗങ്ങൾക്കെല്ലാം പേരിട്ടു. അതെല്ലാം നമ്മൾ ഓടിച്ചൊന്ന് ചിന്തിച്ചായിരുന്നു. എന്നിട്ട് ആ ഒരു അനുഭവം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ദൈവ മനുഷ്യനിലൂടെ ആഗ്രഹിച്ചത്. ഏതെന്ന് പറഞ്ഞ അനുഭവം ഈ സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ആ പ്ലാൻ തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം സൃഷ്ടിച്ചതിന് ശേഷം, മനുഷ്യൻ്റെ സൃഷ്ടി അവിടെ ആക്കിയതിന് ശേഷം, ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ വായിച്ചാൽ നമുക്കതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു വിശദീകരണം കിട്ടും. 8-ാം വാക്യത്തിലാണ് അനന്തരം യഹോവ ദൈവം കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. അതിൻ്റെ അടുത്ത 2 വാക്യങ്ങളും കൂടി ഇന്ന് വായിച്ചേ, 9-ഉം 10-ഉം. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. മതി. അപ്പോൾ 9-ാം വാക്യത്തിൽ 2 വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു. അനേക വൃക്ഷങ്ങളുണ്ട്, എന്നാൽ എടുത്തു പറയുന്ന 2 വൃക്ഷം, തിന്മ നല്ല ഫലമുള്ളതും ഓരോ വൃക്ഷങ്ങളും, തോട്ടത്തിൻ്റെ നടുവിലെ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. അപ്പോൾ 2 വൃക്ഷങ്ങൾ മറന്നു പോകരുത്. ജീവൻ്റെ വൃക്ഷം, ജീവൻ്റെ വൃക്ഷം, അത് പേര് പോലെ തന്നെ അത് ജീവനിൽ നിന്ന് ജീവനിലേക്ക് നടത്തുന്നതാണ്. കുറച്ചുകൂടി അത് വിശദമായിട്ട് ഞാൻ പിന്നെ ചിന്തിക്കാം. അപ്പോൾ അത് മാത്രം അറിഞ്ഞാൽ മതി. ജീവൻ്റെ വൃക്ഷം, ദ ട്രീ ഓഫ് ദ ലൈഫ്. വേറൊരു വൃക്ഷം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. എന്നിട്ട് അതിൻ്റെ താഴത്തോട്ട് വായിക്കുമ്പോഴേക്കും ദൈവം മനുഷ്യനെ കൽപ്പിക്കുന്ന ചില കാര്യമുണ്ട്. 16-ഉം 17-ഉം വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളിലെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നമുക്ക് അനേക കാര്യങ്ങൾ അതിൽ നിന്ന് ചിന്തിക്കാം. ദൈവം അവർക്കൊരു കൽപ്പന കൊടുത്തതാണ്. അതായത് ദൈവം മനുഷ്യനെ റോബോട്ട് പോലെയല്ല സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ വിൽ പവറുണ്ട്. അപ്പോൾ പക്ഷെ ദൈവം മനുഷ്യനോട് പറയുക, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ അതാണ് ദൈവം കൊടുത്തത്. ഞാനതിനെ റഫായിട്ട് ഇങ്ങനെ പറയാണ്ട് 2 വൃക്ഷങ്ങളെക്കുറിച്ച് പറയുമ്പോഴേക്കും ഈ ദൈവത്തിൻ്റെ വചനം തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന 2 വൃക്ഷത്തിൻ്റെ ഫലമായിട്ട് നമുക്കിത് ചിന്തിക്കാം. ഇത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമായിട്ട് നമുക്ക് കിട്ടാം. അറിവ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നു, ഇത് അറിവായിട്ട് നമുക്ക് കിട്ടിയാൽ അറിവ് ചീർപ്പിക്കും, അത് മനുഷ്യനെ കൊല്ലും. നോളജ് പഫ് ദം. ഓക്കെ, ജീവൻ്റെ വൃക്ഷമായിട്ട് ഇത് കിട്ടിയാൽ ഇത് നമ്മൾ ജീവനിൽ നിന്ന് ജീവനിലേക്ക് നമുക്ക് കടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഈ വചനങ്ങൾ പഠിക്കാം. ഓക്കെ, അതൊരു സൈഡായിട്ട് പെട്ടെന്ന് വന്നപ്പോൾ മനസ്സിൽ തോന്നിയപ്പോൾ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന ആൾ നീ മരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയായിട്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും 3-ാം അധ്യായത്തിൽ പാമ്പ് വന്നിട്ട് സ്ത്രീയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊന്ന് വായിച്ചിട്ട് 3-ാം അധ്യായം നോക്കിയാൽ 1-ഉം 2-ഉമാണ്. വായിച്ചു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശല്യമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത വാക്യം കൂടി പാമ്പ് പറയുകയാണ്, പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അപ്പോൾ ദൈവം പറഞ്ഞു തിന്നുന്ന നാളെ നിങ്ങൾ മരിക്കും, പാമ്പ് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല, അല്ലേ? അപ്പോൾ ഈ പാമ്പിനെ കുറിച്ചും വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിൽ പഴയ പാമ്പായ സർപ്പം മഹാസർപ്പത്തെ തള്ളിയിട്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ വെളിപാട് പുസ്തകം, അതിലേക്ക് നമുക്കിപ്പോൾ പോകണ്ട. അപ്പോൾ ഈ പാമ്പ്
എങ്ങനെ വന്നു, ഇല്ലെങ്കിൽ പാമ്പാണ് ഇവരെ ചോദിച്ച ചോദ്യം അതാണല്ലോ, എങ്ങനെ ഈ പ്ലാൻ തെറ്റിയത്. അപ്പോൾ മറന്നു പോരുത്, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശം സൃഷ്ടിച്ചു, സകല കാര്യങ്ങളും സൃഷ്ടിച്ചു. എന്നിട്ട് കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി, അതിനകത്താണ് മനുഷ്യനാക്കിയത്. മറന്നു പോരുത്. അപ്പോൾ നമ്മൾ യെശയ്യാ പ്രവചനവും എസെക്കേൽ പ്രവചനവും ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് യെശയ്യാ പ്രവചനം 14-ാം അധ്യായവും എസെക്കേൽ 28-ലും അരുണോദയപുത്രനായ ശുക്രനെ കുറിച്ച്, സൗർ രാജാവിനെ കുറിച്ചുള്ള പ്രവചനം എന്നെല്ലാം പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും സ്പിരിച്വലി അത് ലൂസിഫറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്തെ 1-2 വാക്യങ്ങൾ മാത്രം വായിച്ചാൽ, യെശയ്യാ പ്രവചനത്തിന് 14-ാം അധ്യായത്തിൻ്റെ 12 മുതലൊന്ന് വായിച്ചേട്ടെ. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അടുത്ത വാക്യം കൂടി. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പൊ അരുണോദയപുത്രനായ ശുക്ര, ദ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ, അപ്പൊ അത് ലൂസിഫറിനെ വിളിക്കുന്ന പേരാ. അപ്പൊ ലൂസിഫർ 28-ാം എസെക്കേലിൽ നമ്മൾ വായിക്കുമ്പോൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ലൂസിഫർ വാസ് എ ചെരൂബ്, ഒരു കെരൂവായിരുന്നു ലൂസിഫർ. ലൂസിഫറിന്റെ ജോലി എന്താ? വർഷിപ്പാണ്, ദൈവത്തെ വർഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വർഷിപ്പിന്റെ ലീഡറാണ് ലൂസിഫർ. അപ്പോൾ അങ്ങനെ അവൻ്റെ ഹൃദയത്തിൽ നെഗളം വന്നപ്പോഴാണ് ആ പൊസിഷനിൽ നിന്ന് ദൈവം അവനെ മാറ്റിയത്. അല്ലെങ്കിൽ വെട്ടേറ്റ് നിലത്ത് വീണെന്ന് പറയുമ്പോഴേക്കും ഭൂമിയിലേക്ക്, അത് പഴയ നിയമ പ്രവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴേക്കും ഇതെല്ലാം പാസ്റ്റ് ടെൻസിലാണ് എഴുതിയേക്കുന്നത്. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും കൂടി ഇതെല്ലാം നടന്നു കഴിഞ്ഞ രീതിയിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അന്നത്തെ സംഭവത്തിൽ ആ പൊസിഷൻ കാസ്റ്റ് ഔട്ട് ചെയ്ത ഭൂമിയിലേക്ക് വീണു. ഇനി ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് തള്ളിക്കളയുന്ന ഒരു സമയവും ഉണ്ട്. അത് വേറൊരു വിഷയമാണ്, പിശാചിനെ. അപ്പോൾ ആ ഭൂമിയിൽ നിന്ന് വീണു, ആകാശത്തു നിന്ന് വീണു, ഭൂമിയിലേക്ക് വീണു ഈ ലൂസിഫർ. അത് ഒന്നുകൂടി മനസ്സിലാക്കാൻ ചോദ്യം അറിയാൻ വേണ്ടി എസെക്കേൽ പ്രവചനം കൂടി ഒന്ന് വായിക്കാം. എസെക്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം 13-ാം വാക്യം ഒന്ന് വായിച്ചേട്ടാ. 15 വരെ വേണം വായിച്ചു. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏതെല്ലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. മതി, ഒത്തിരി കാര്യങ്ങൾ. ആ അധ്യായം മുഴുവനും ലൂസിഫറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അവൻ്റെ നടക്കുമ്പോൾ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്വരമായിരുന്നു, രത്നങ്ങൾ കൊണ്ട് അവനെ പൊതിഞ്ഞിരുന്നു, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. പക്ഷേ 13-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. അപ്പോൾ എവിടെയായിരുന്നു ലൂസിഫർ ആദ്യം? ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ. അതെവിടെയായിരുന്നു? നമ്മളിപ്പോൾ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ സൃഷ്ടിച്ച ഏദനിലായിരുന്നോ? അല്ല, സ്വർഗത്തില് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. കെരൂബും ചിറക് വിടർത്തി പറക്കുന്ന കെരൂബ് എല്ലാം സ്വർഗത്തിലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കാണിക്കാനുള്ള കാര്യം, ഒത്തിരി അതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട്. എന്നാൽ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു ഈ ലൂസിഫർ. ഓക്കെ, അപ്പോൾ ലൂസിഫറിന് ഏദനെ കുറിച്ച് നല്ല അറിവുണ്ട്, ബിക്കോസ് ഹി വാസ് ദേർ, അല്ലേ? അപ്പോൾ ഇവനെ ഹൃദയത്തിൽ നെഗളിച്ചപ്പോൾ അവൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ വെക്കും എന്ന ഹൃദയത്തിലൊരു നെഗളം വന്നപ്പോൾ തന്നെ അവനെ ദൈവം വെട്ടി ഭൂമിയിലേക്ക് ഇട്ടു, അല്ലേ? അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇവനിങ്ങനെ പാമ്പായിട്ട് ഭൂമിയിൽ ഇങ്ങനെ നടക്കുമ്പോഴേക്കും, ഇല്ലെങ്കിൽ സാത്താനായിട്ട് മാറി ഭൂമിയിൽ നടക്കുമ്പോഴേക്കും, ഒരു ദിവസം നോക്കുമ്പോഴേക്കും ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി. ആ ഭൂമിയുടെ ഒരു സ്ഥലത്ത് ഏദൻ, ഒരു ചെറിയ റിപ്ലിക്ക. കാരണം ഏദനിലായിരുന്ന ലൂസിഫറിന് ഏദനെക്കുറിച്ച് നല്ല അറിവുണ്ട്. അപ്പോൾ അതേ ഒരു സംഭവം ഭൂമിയിൽ നോക്കുമ്പോഴേക്കും
ഒരേതൻ, ഒരു പാർട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ അവന് മനസ്സിലായി സ്വർഗത്തിൽ എൻ്റെ സ്ഥാനം പോയി, ഇനി ഈ കാര്യം ഭൂമിയിലും സ്പ്രെഡായി കഴിഞ്ഞാൽ അവിടെ നിന്നും അവൻ്റെ സ്ഥാനം പോകും. അപ്പോൾ ഏതനിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ പുറത്താക്കാം, അതിനുവേണ്ടിയാണ് ഈ പാമ്പായി വന്ന ലൂസിഫർ പാമ്പായി തീർന്ന അല്ലെങ്കിൽ സാത്താൻ മനുഷ്യനെ വഞ്ചിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയോടൊന്ന് ചോദിക്കുന്നത്, ദൈവം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ മൈൻഡിൻ്റെ ബാറ്റിൽ സൊല്യൂഷനത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, ഒരു ചിന്തയിലാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് പറ്റും, എൻ്റെ ജോലി പോലെ എന്ത് സംഭവിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റും, ഇങ്ങനെ ഓരോരോ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഞാനത് യുദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ബാറ്റിൽ ഫീൽഡ് മൈൻഡ് സെറ്റാണെന്നുള്ളൊരു വിഷയം. അപ്പോൾ ഇത് തുടങ്ങിയത് ഇവിടെ നിന്നാണ്, ഏദൻ തോട്ടത്തിൽ നിന്ന്. എല്ലാത്തിൻ്റെ ആരംഭം ജനസിസിലാണ്. അപ്പോൾ സ്ത്രീയോടും പാമ്പ് ഒരു ചോദ്യം വന്ന് ചോദിക്കുന്നു, ദൈവം ഇങ്ങനെ വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ പാമ്പെന്ന് പറയും നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഒരു ഓപ്പോസിറ്റ് മെസ്സേജ്, രണ്ട് മെസ്സേജ് അവിടെ തന്നെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ പാരലായിട്ട് പോകുന്നുണ്ട്. നന്മതിന്മകളെക്കുറിച്ച് അറിവിൻ്റെ വൃക്ഷം, ജീവൻ്റെ വൃക്ഷം, ദൈവത്തിൻ്റെ ഉപദേശം, പിശാചിൻ്റെ ഉപദേശം, ഒരു ഹാബേൽ, ഒരു കയ്യിന്, ഇതിങ്ങനെ ഒരു പാരലായിട്ട് പോകുന്ന അനേക കാര്യങ്ങൾ നമ്മൾ കാണാം. പുതിയ നിയമത്തിൽ വരുമ്പോഴും വെളിപ്പാട് വരെ നമുക്കത് കാണാം. പുതിയ മനുഷ്യൻ, പഴയ മനുഷ്യൻ, പുതിയ തുരുത്തി, പഴയ തുരുത്തി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഈ പ്ലാനിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ തോട്ടത്തിലായിരുന്ന ഏദനിലായിരുന്ന സാത്താൻ മനുഷ്യനെ വഞ്ചിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടിയാണ് ആ ക്വസ്റ്റ്യനിലൂടെ അവനെ നടപ്പാക്കിയത്. അങ്ങനെ തിന്നുന്നാൾ നീ മരിക്കും, മരിച്ചതിന് ശേഷം ദൈവമായിട്ടുള്ള കണക്ഷൻ വിട്ടു അവർ ഏദനിൽ നിന്ന് പുറത്താകുക ചെയ്യുന്നത്. ഇനി ഏദനിലേക്ക് തിരിച്ചവർക്ക് കയറാം. ഓക്കെ, അതിന് കറങ്ങുന്ന കെരൂബുകളുടെ വാളിൻ്റെ ജ്വാലയമായിട്ട് നിർത്തുന്ന ഒരു അനുഭവം ഉൽപ്പത്തി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലും നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ഇത് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ അവിടെ കെരൂബുകളെ കറങ്ങുന്ന വാളിൻ്റെ ജ്വാലയമായി നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ദൈവത്തിൻ്റെ, അപ്പോൾ തിരിച്ചാ ഏദൻ്റെ അനുഭവത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ വാളിൻ്റെ വെട്ടേൽക്കാതെ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനത്തെ ഇരുവാതിലുള്ള വാളായിട്ട് പറഞ്ഞിട്ടുണ്ട് എബ്രായ ലേഖനത്തിൽ. ഇരുവാതിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും എന്നെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഭവമായ ദൈവത്തിൻ്റെ തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരായത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കുന്നത് ഈ വചനം എന്ന വാളിൻ്റെ വെട്ടേറ്റതിന് ശേഷമാണ്. അപ്പോൾ അതും ഒരു വലിയൊരു ക്ലാസ്സായിട്ട് എടുക്കേണ്ടതാണ്. ഞാൻ ഇപ്പോൾ റഫായിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, നമുക്കത് പഠിക്കാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി നമുക്കൊരു ദൈവരായത്തിൻ്റെ അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ദൈവം സ്വർഗത്തിലുണ്ടായിരുന്ന ഒരു ഏദൻ, അത് ഭൂമിയിൽ അതിൻ്റെ ഒരു റിപ്ലിക്ക സ്ഥാപിക്കുന്നു, അത് മനുഷ്യനെ കൊണ്ടത് സ്പ്രെഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ദൈവരാജ്യത്തിൽ നമ്മളത് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴേക്കും നമുക്കത് തീർച്ചയായിട്ടും ഇതെല്ലാം കണക്റ്റഡാണ് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതവും അത് തന്നെ. ദൈവത്തിൻ്റെ പ്രാർത്ഥന ഇല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ടെംപ്ലേറ്റ് കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ രാജ്യം വരണം, നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഇല്ലെങ്കിൽ ദൈവരാജ്യം ഭൂമിയിൽ വരണം. ദൈവരാജ്യം എങ്ങനെ സ്ഥാപിക്കുന്നത്? മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെ, മനുഷ്യനിലൂടെയാണ് അത് സാധിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം അതാ, നിൻ്റെ രാജ്യം വരണം, നിൻ്റെ ഹൃദയം നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്നിട്ട് അങ്ങനെ ആയിക്കഴിയുമ്പോഴേക്കും ദൈവം വന്ന് മനുഷ്യരോട് വസിക്കുന്നു. ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു മനുഷ്യനാക്കിയിട്ട് വൈകുന്നേരം വെയിലാറുമ്പോൾ കൂട്ടായ്മയ്ക്ക് ആദായമായിട്ട് കടന്നു വരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവം പുതിയ നിയമത്തിലും നമ്മളോടൊത്ത് വസിക്കാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പം അതിൻ്റെ ആത്മീയ വശങ്ങൾ ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നു, ഞാനും പിതാവും അവനോട് വാസം ചെയ്യും. യോഹന്നാനിലെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ അതെല്ലാം വസിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആത്മീയമായിട്ട് ഇപ്പോൾ സംഭവിക്കും, ലിറ്ററലായിട്ട് ഇനി ഭാവിയിൽ അത് സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം, അപ്പോൾ ഏദൻ്റെ അനുഭവത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഈ സാത്താൻ്റെ പ്ലാൻ. കാരണം ഏദൻ്റെ അനുഭവത്തിലായിരുന്നു സാത്താൻ.
ഒരു സമയത്ത്. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. അവിടെ നിന്ന് ആ പൊസിഷന് ഇല്ലെങ്കിൽ അതിനെ കാസ്റ്റ് ഡൗൺ ചെയ്ത് ഭൂമിയിൽ വന്നു. ഇപ്പം ഭൂമിയിൽ ഈ അനുഭവത്തിലേക്ക് വരുന്നവരെങ്ങനെ തെറ്റിച്ച് കളയാമെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക സാത്താൻ. അവൻ ആയുധവർഗ്ഗങ്ങളൊന്നുമില്ല. എല്ലാ ആയുധവർഗ്ഗങ്ങളും ദൈവം കാൽവരിയിൽ വെച്ച് അവനെ കീഴടക്കി. ആയുധവർഗ്ഗം വെപ്പിച്ച് അവനെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് പറയുന്നു. ഇന്നും അവൻ്റെ അവൻ്റെ ഒരു വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവൻ്റെ തന്ത്രം മാത്രമേ ഉള്ളൂ, നമ്മളെ തെറ്റിക്കുക. ഒരു ചോദ്യങ്ങൾ നമ്മളെടുത്ത് കൊണ്ടുവരും. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ, അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്നിട്ട് ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യനെ മാറ്റുക എന്നുള്ള ഒരു ആയുധം മാത്രമേ ഇന്നും ഉള്ളൂ. അതുകൊണ്ട് സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നെല്ലാം പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റഫായിട്ടുള്ള ഒരു പിക്ചർ. അപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റിക്കളയുക, ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യനെ മാറ്റിക്കളയുക എന്നുള്ളതായിരുന്നു സാത്താൻ്റെ പദ്ധതി. അതാണ് ഇന്നും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവവചനം അറിയാവുന്ന ദൈവമക്കളായിരിക്കുന്ന നമ്മൾക്ക് അത് തീർച്ചയായിട്ടും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലായിരിക്കാൻ പറ്റും. ദൈവരാജ്യം അവിടെ നമ്മുടെ ഉള്ളത്തിൽ തന്നെയാണ് ഉള്ളത്. യേശു ക്രിസ്തു അത് പറയുന്നുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ടല്ലോ, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പം അതൊരു വേറൊരു വിഷയമുണ്ട്. അത് റഫായിട്ടൊരു ഐഡിയ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഏദൻ എന്ന് പറഞ്ഞൊരു അനുഭവം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ ദൈവരാജ്യം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. അത് ലോകത്തെല്ലായിടത്തും പോയി കർത്താവ് അത് നമ്മൾ പലപ്പോഴും പലരത് മിസ് ചെയ്ത് കളയാറുണ്ട്. അതായത് നമ്മളാക്കിയിരിക്കുന്ന സ്ഥാനമുണ്ട്, നമ്മൾക്ക് റീച്ച് ചെയ്യാവുന്ന റെലമുണ്ട്. അവിടെയാ യു നീഡ് ടു എസ്റ്റാബ്ലിഷ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഇൻ ദാറ്റ് റെലം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ചെയ്യുമ്പോഴാണ് ഈ അനുഭവം സ്പ്രെഡ് ആകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സുകളിലെല്ലാം നമുക്ക് ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം, എക്സ്പ്ലെയിൻ ദൈവവചനത്തിൽ നമുക്കത് ചിന്തിക്കുകയും പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യാം. ദൈവം അത് സഹായിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ബൈ.